ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു എൻറ്റയർ വീക്കിന് വേണ്ടിയിട്ടുള്ള എൻ്റെ മീൽസ് പ്ലാൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉഴുന്നും അരിയും റെഡിയാക്കുവാണ്. ഈ ഒരു വീക്കിൽ ഞാൻ മസാല ദോശയാക്കുന്നുണ്ട്, ഒരു ദിവസം ഇഡ്ഡലി ആക്കുന്നുണ്ട്, ഒരു ദിവസം ഗീ റോസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പം അത്രയും ഒരു ക്വാണ്ടിറ്റി ആണ് ഞാൻ ഉഴുന്നും അരിയും ഇപ്പം എടുത്തിട്ടുള്ളത്. അത് സോക്ക് ചെയ്യാനായിട്ട് ഇടുവാണ്. പിന്നെ ഓരോ ദിവസവും നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. പെട്ടെന്ന് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി തുടങ്ങുമ്പോഴായിരിക്കും അയ്യോ ഇത് ഉണ്ടാക്കിയില്ലല്ലോ എന്ന് ഉള്ള ബോധം വരുന്നത്. അതൊരു മടിയുള്ള ഒരു കാര്യമാണ് എനിക്ക്. അപ്പോ ഇപ്പൊ ഞാൻ 1 വീക്കിലേക്കുള്ളത് ഓൾറെഡി റെഡിയാക്കി വെക്കുന്നുള്ളതാണ്. മീൽസ് പ്ലാൻ പ്രിപ്പറേഷൻ ഡേ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പണിയുള്ള ഒരു ദിവസം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ട് എല്ലാം ചെയ്യാൻ നിൽക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ടൊക്കെ ചെയ്യുക. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നിന്നാൽ അത് ബാക്ക് പെയിൻ ഒക്കെ വരാനുള്ള ഒരു റീസൺ ആണ്. ഇനി ഞാൻ ഈ വീക്കിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി റെഡിയാക്കാനായിട്ട് പോവാണ്. ഇവിടെ എന്റെ 2 മക്കൾക്കും നമ്മുടെ സാധാരണ ചോറുണ്ടല്ലോ, ചോറും കറിയും, അത് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എന്തെങ്കിലും ബിരിയാണി റൈസോ അല്ലെങ്കിൽ സോനാ മസൂരിയൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു വെജിറ്റബിൾ പുലാവോ അല്ലെങ്കിൽ ചിക്കൻ ചോറോ ഒക്കെ ആയിരിക്കും ലഞ്ചിന് അധികവും ഉണ്ടാക്കുക. വെജിറ്റബിൾസ് ഞാൻ ഒരുപാട് ഇടും, അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ എനിക്ക് ഡെയിലി കുക്കിംഗ് ഭയങ്കര ഈസി ആവുന്നുള്ളതാണ്. അതുപോലെ പച്ചമുളകിന്റെ ഒക്കെ ഞെടുപ്പ് കളഞ്ഞ് ഒരു സിപ്ലോക്ക് ബാഗിലാക്കിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറുള്ളത്. അപ്പം പച്ചമുളക് കുറേ നാള് കേടാകാതെ ഇരുന്നോളൂ കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞെടുക്കാനായിട്ട് പോവാണ്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി സാധാരണ ചോറും കറിയല്ല നമ്മളിവിടെ അധികം ഉണ്ടാക്കാറുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ ഒരു വീക്കിൽ ഞാൻ ഒരുപാട് ഉള്ളി യൂസ് ചെയ്യാറുണ്ട്. അത് ഓൾറെഡി അരിഞ്ഞു വെക്കുവാണെങ്കിൽ ഡെയിലി നമ്മൾ കരയാൻ നിൽക്കണ്ടല്ലോ. പിന്നെ കുറച്ചുള്ളി ഞാൻ പൊളിച്ചിട്ട് അറിയാതെ തന്നെ സിപ്ലോക്ക് ബാഗിലാക്കി ഫ്രിഡ്ജിൽ വെക്കാറാണുള്ളത്. ഇനി നമുക്ക് അരിഞ്ഞ വെജിറ്റബിൾസ് ഒക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. കുറെ നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ് അങ്ങ് നഷ്ടപ്പെടുമല്ലോ. ആക്ച്വലി ഒരു ഹാഫ് ഡേ മതി കേട്ടോ നമുക്ക് ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. എന്താണ് വേണ്ടതെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് ഇതുപോലെ എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ബ്രെയിനിലേക്ക് അത് ഫീഡ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പൊ ഡെയിലി നമുക്ക് വലിയ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനായിട്ട് പറ്റുന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് തേങ്ങയാണല്ലോ. അപ്പൊ അതും കൂടെ ചിരകി വെക്കുവാണെങ്കിൽ എളുപ്പമായല്ലോ. തേങ്ങ എനിക്ക് അധികവും ജി തന്നെയാണ് തരിക. എനിക്കത് കുറച്ച് മടിയുള്ള ഒരു പരിപാടിയാണ്. ഇനി സാമ്പാറിന്റെ കഷ്ണങ്ങൾ റെഡിയാക്കുവാണ്. ഞാൻ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ സാമ്പാർ കുറച്ചധികം ഉണ്ടാക്കും, ലഞ്ചിനും കൂടെ വേണ്ടിയിട്ടാണ്. അന്ന് സാധാരണ നമ്മുടെ ചോറും സാമ്പാറും തൈര് മസ്റ്റായിട്ടുണ്ടായിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു തോരൻ, പിന്നെ ചിലപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടായിരിക്കും. മീൻ ഇവിടെ അധികം കിട്ടാറില്ല. പിന്നെ വെണ്ടയ്ക്കയും മുരിങ്ങാക്കോലും ഒക്കെ വേവ് കുറഞ്ഞ കഷ്ണങ്ങളാണല്ലോ, അത് ഞാൻ സെപ്പറേറ്റ് വേറൊരു ബൗളിലാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പം ഇവൂട്ടി വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് കുറച്ച് ഉള്ളി ബജി ഉണ്ടാക്കി തരുമോന്ന്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. നോർമലി ഒരു 1 വീക്കിലേക്കുള്ള ചിക്കൻ കൂടെ ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ എടുത്തു വെക്കാറുണ്ടായിരുന്നു. ഇന്ന് ചിക്കൻ വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പൊ അത് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതേ രാവിലെ സോക്ക് ചെയ്ത് വെച്ചാൽ ഉഴുന്നും അരിയും അരയ്ക്കാനുണ്ടല്ലോ. ഇപ്പൊ സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് ഞാൻ എപ്പോഴും അരച്ചു വെക്കാറുള്ളത്. അപ്പൊ അത് അരയ്ക്കാൻ പോവാണ്. ഞാൻ ഉഴുന്ന് സോക്ക് ചെയ്യാനായിട്ട് ഒഴിച്ചു വെച്ച വെള്ളം യൂസ് ചെയ്തിട്ടാണ് അരിയാണെങ്കിലും ഉഴുന്നാണെങ്കിലും അരച്ചെടുക്കാറുള്ളത്. അപ്പോഴാണ് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരിക. കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണല്ലോ നമ്മളിപ്പോൾ ഇത് അരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ മാവ് എന്തായാലും പൊങ്ങി വരണം, അത് ഫെയിലാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലൊരു തുണിയിൽ പൊതിഞ്ഞാണ് വെക്കാറുള്ളത്. ഹായ് ഓൾ, ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ വിചാരിച്ചു ഈ ഒരു മാവ് എത്രത്തോളം പൊങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെ കൂടെ കാണിച്ചു തരാന്ന്. കണ്ടില്ലേ, മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊങ്ങി വന്ന മാവ് രാവിലെ തന്നെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. അതുപോലെ ഈ മേലഭാഗത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് ഉഴുന്നാണ്. അരി എപ്പോഴും അടിയിലായിരിക്കും. അപ്പൊ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതുപോലെ ഇഡ്ഡലിയാണ് അല്ലെങ്കിൽ ദോശയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ കോരുമ്പോഴും നന്നായിട്ട് ഇളക്കിയിട്ട് വേണം കോരാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് ഈവനായിട്ട് ഉഴുന്നും അരിയും ഒരുപോലെ കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ അവസാനം ആകുമ്പോഴത്തേന് ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയോ കുറച്ച് ഹാർഡായിട്ട് വരും. മീൽസ് പ്ലാനിംഗ് ഒക്കെ നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. കാരണം നമുക്ക് ഡെയിലി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ ഒരുപാട് സമയം കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.